ശരണ്യയോ നന്ദനയോ നാളെ ശ്രീരേഖയോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഡബിൾ എവിക്ഷനോ അതോ ട്രിപ്പിൾ എവിക്ഷനോ? നമുക്ക് നോക്കാം അല്ലേ. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, എവിക്ഷൻ പ്രൊമോയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. നാളെ ആരായിരിക്കും പുറത്തു പോകുന്നത്? ഇനി ഔട്ടാകത്തില്ലേ ആരും? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ എവിക്ഷൻ പ്രോസസ്സിന്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട് എവിക്ഷൻ പ്രോസസ്സാണ്. ശ്രീരേഖ, ശ്രീതു, ജിൻഡോ, സിജോ, അപ്സര അവരെല്ലാവരും ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കാര്യം നാളെ പറയാം. അപ്പൊ ശ്രീരേഖയുടെ കാര്യം നാളെ ഉണ്ട്. മറ്റ് 2 പേരുടെ കാര്യം ഇപ്പൊ പറയാം. ആരൊക്കെ? ശരണ്യയും നന്ദനയും. ഒരു പ്രത്യേക രീതിയിലാണ് എവിക്ഷൻ പ്രോസസ് നടത്തുന്നത്. പോസ്റ്റ്മാൻ മുഖേനയാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു ഇതിനകത്ത് ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ബോർഡിൽ. ആ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഇവരുടെ പേരുകൾ വെക്കണം. അതെ, പേരുകളുമായിട്ട് ഇവരുടെയൊക്കെ പേരിന്റെ അക്ഷരങ്ങളായിട്ടായിരിക്കും വരുന്നത്. ആര്? പോസ്റ്റ്മാൻ. പക്ഷേ അക്ഷരങ്ങൾ പൂർത്തിയായിരിക്കൂല. മനസ്സിലായോ? 1 2 പ്രാവശ്യമൊക്കെ പോസ്റ്റ്മാൻ വരും. ആദ്യത്തെ പ്രാവശ്യം നോക്കുമ്പോഴത്തേക്കും ശരണ്യയുടെ എസ് ഇല്ല, 3 അക്ഷരങ്ങൾ ശരണ്യയുടെ ഇല്ല, നന്ദനയുടെ 3 അക്ഷരങ്ങളില്ല. അപ്പൊ ലാലേട്ടൻ പറയാണ് ഇനി ഒന്നും കൂടെ പോസ്റ്റ്മാൻ വരും. ഇതിനകത്ത് ആരുടെ പിക്ചറാണോ, ആരുടെ പിക്ചറിലെ താഴെയുള്ള ഇവരുടെ പേരുകൾ കംപ്ലീറ്റ് ആവാത്തത്, പേരിലെ അക്ഷരങ്ങൾ കംപ്ലീറ്റ് ആവാത്തത് ആരുടെയാണോ അവരാണ് എവിക്റ്റ് ആകുന്നത്. അപ്പൊ ആരായിരിക്കും? ശരണ്യാണ് എവിക്റ്റ് ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരണ്യാണ് പോകാൻ ഉള്ള ചാൻസ് ഉള്ളത്, എവിക്റ്റ് ആയത്. അപ്പം നന്ദന സേഫാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നന്ദന ഈ ആഴ്ച ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റുകൾ കിട്ടും. ഗെയിമൊന്നും ചെയ്യുന്നൊന്നും ആകുമ്പോഴില്ല. ഞാൻ പറഞ്ഞത് കണ്ടന്റുകൾ കിട്ടാൻ ചാൻസ്. കാര്യം നന്ദന ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാര്യം നന്ദന ഇന്നോട്ട് മറ്റേ ഋഷിക്ക് പകരമാണല്ലോ ക്യാപ്റ്റൻസി എടുത്തിരുന്നത്. ഋഷി ജയിലിലായതുകൊണ്ട് നന്ദന നന്നായിട്ട് തന്നെ ക്യാപ്റ്റൻസി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും രാവിലെ ബാറ്ററിയൊക്കെ എടുത്തു കൊടുത്തു. എല്ലാവർക്കും ഉറങ്ങിക്കിടക്കുന്ന അവർക്കൊക്കെ ബാറ്ററി മാറ്റി കൊടുത്തു. അങ്ങനെ ഭയങ്കരമായ ഓവർ ക്യാപ്റ്റൻസിയൊക്കെ ചെയ്യലായിരുന്നു. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് നന്ദനയുടെ ക്യാപ്റ്റൻസി ഈ ആഴ്ച പോകാന്നുള്ളത്. പിന്നെ ഉള്ളത് നാളത്തെ കാര്യം. നാളെ ഒരാൾ എവിക്റ്റ് ആവും. ഡബിൾ എവിക്ഷൻ ആണ് കേട്ടോ. ഡബിൾ എവിക്ഷൻ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ശ്രീരേഖ തന്നെ ആയിരിക്കും പോകാനുള്ള ചാൻസ്. ശരണ്യ, ശ്രീരേഖ. നന്ദന അങ്ങനെ സേഫായി. ശ്രീരേഖ നാളെ, ഇന്ന് ശരണ്യ. അങ്ങനെ ആകാനുള്ള ചാൻസ് ആണുള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് പറയാം. കാരണം ഞാൻ പോട്ടെ ആൾക്കാർ. പിന്നല്ലാണ്ട് പിന്നെ അവിടെ ഇനി കയറി നിൽക്കണമെന്നാണ് എല്ലാവരും കൂടി. ഒരാവശ്യമില്ലാതെ കുറേ പേര് അതിനകത്ത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ട്രിപ്പിൾ എവിക്ഷൻ വേണമെന്നാണ്. ഈശ്വര അടുത്ത ആഴ്ചയെങ്കിലും ഒരു മിഡ് വീക്ക് എവിക്ഷൻ വേണേ. ആ കല്ല് എങ്ങനെയെങ്കിലും നിർവീര്യമാക്കണേ. എന്നിട്ട് എല്ലാത്തിനെയും പിടിച്ചിനോ ആ പവർ ടീമിലുള്ളവർ ഉൾപ്പെടെ നോമിനേഷനിൽ ഇടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സത്യമായിട്ടും ഇനി ക്യാപ്റ്റനെയും കൂടെ ഇടണമെന്നുണ്ട് എനിക്ക്. സത്യം. കാര്യം സമയമായി. ഇനി അവിടെ വലിയൊരു ഗെയിം ചേഞ്ചും കളിയൊന്നും അവിടെ കൊണ്ട് ആരെ കൊണ്ട് നടക്കത്തുമില്ല. സായി ആണെങ്കിൽ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ശ്രീരേഖ അല്ലെങ്കിൽ ശരണ്യ. സിജോയുടെ കണക്കൂട്ടലൊക്കെ ഇവിടെ ശരണ്യ ഔട്ടായി പോയി. അത് കഴിഞ്ഞ് ഇനി സായി ഇവിടെ ശ്രീരേഖയെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണോ ഇവരിങ്ങനെ കളിക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് സ്വന്തമായിട്ടെങ്കിലും കളിക്കാൻ നോക്കുക. സത്യം. ഇന്ന് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് സ്വന്തമായിട്ട് പോലും ഗെയിം നോക്കുന്നില്ല. മറ്റുള്ളവരുടെ ഗെയിം തകർക്കാൻ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം സ്വന്തം ഗെയിം നന്നാക്കാൻ നോക്ക് അല്ലേ. എനിക്ക് ഈ സീസണിന്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ഗെയിം എങ്ങനെയെങ്കിലും അവർക്ക് കുളമാക്കണം, മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കണം. അതിനൊക്കെയുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. സ്വന്തം ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ആരും നോക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ശരണ്യയും നാളെ ശ്രീരേഖ ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അങ്ങനെ ഡബിൾ എവിക്ഷൻ, ട്രിപ്പിൾ എവിക്ഷൻ, അതിന് 4 പേരെ എവിക്റ്റ് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പേരെ അങ്ങ് ഔട്ടാക്കുക, അത്രേ ഉള്ളൂ. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.